ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ തകർപ്പൻ വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ ഗീതു ആകെ ടെൻഷൻ അടിച്ച് കയറി അകത്തേക്ക് വരിക. തൻ്റെ ക്യാബിനിലേക്ക് വന്നത് ഗീതു വന്നിട്ട് ടെൻഷനൊക്കെ മറന്ന് ഒന്ന് ചിരിക്കുക ആശ്വാസത്തോടെ. കാരണം കിഷോറിൻ്റെ മുൻപിൽ ഒന്ന് ഷൈൻ ചെയ്യാൻ പറ്റിയല്ലോ, ആ ഒരു സന്തോഷം. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർണികയും പിന്നെ കിഷോറും കൂടെ അങ്ങോട്ട് വരികയാണ്. അപ്പോൾ കിഷോർ അവർണികയുടെ ബാക്കിൽ നിൽക്കുക. അപ്പോൾ ഗീതാഞ്ജലി എന്നും പറഞ്ഞ് അവർണിക വിളിച്ചു. അവർണിക വിളിച്ചതും ഗീതു എന്ന് നോക്കിയിട്ട് ചിരിക്കുക. വാ അവർണിക എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അവർണിക തിരിഞ്ഞു നോക്കുക. തിരിഞ്ഞു നോക്കുമ്പോൾ കിഷോറും ബാക്കിലുണ്ട്. കിഷോറും അവർണികയോടും അകത്ത് വരാനായിട്ട് ഗീതു പറയുക. അങ്ങനെ രണ്ടുപേരും അകത്തേക്ക് കയറി കഴിഞ്ഞതും അവർണികയോടും കിഷോറിനോടും അവിടെ ഇരിക്കാനായിട്ട് ഗീതു പറയുക. അപ്പോൾ അവർണിക ഇരുന്നു, കിഷോർ ഇരുന്നില്ല. അപ്പോൾ ഗീതുവിന് ദേഷ്യം കയറി. ഞാൻ നിങ്ങളുടെ ബോസാണെന്ന് കരുതി ഇത്രയ്ക്ക് മര്യാദയൊന്നും വേണ്ട, കിഷോറിനോട് ഇരിക്കാൻ പറയൂ എന്നും അവർണികയോട് ഗീതു പറയുക. ഇത് കേട്ടതും കിച്ചു എന്നും പറയുകയാണ്. അപ്പോൾ കിഷോർ ഇരിക്കാതെ കയ്യും കെട്ടി ഇങ്ങനെ തലയും കുമ്പിട്ട് നിൽക്കുക. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നിങ്ങളുടെ ബോസാണെന്ന് കരുതി ഇത്രയ്ക്ക് മര്യാദ എനിക്ക് വേണ്ട, ഇരിക്കേ. അത് കേട്ടതും കിഷോർ ഇരിക്കാതെ നിൽക്കുക. അപ്പോൾ അവർണിക കിച്ചു എന്നും പറഞ്ഞുകൊണ്ട് തലകൊണ്ടും കണ്ണുകൊണ്ടും ഇങ്ങനെ ആക്ഷൻ കാണിക്കുക. അത് കേട്ടതും കിഷോർ അവിടെ ഇരുന്നപ്പോൾ നമ്മുടെ ഗീതു പറയുക, അതെ കിഷോറിൻ്റെ ജോയിൻ ലെറ്ററിൽ ഇത്തിരി മിസ്റ്റേക്ക് വന്നേ, അതുകൊണ്ട് അത് തിരുത്താനായിട്ട് സ്റ്റാഫിനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. തിരുത്തി വന്നാൽ ഉടനെ നമുക്ക് ജോയിൻ ചെയ്യുക, എന്താ പോരെ? അത് കേട്ടതും ഓ മതി, എനിക്ക് മനസ്സിലായി ഗീതാഞ്ജലി സ്റ്റാഫിനോട് കയർത്ത് കയറിയതും കരണത്തടിച്ചതൊക്കെ ഞാൻ കണ്ടു. സ്റ്റാഫിൻ്റെ ഭാഗത്തുനിന്നും വലിയൊരു തെറ്റ് സംഭവിച്ചതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് എനിക്ക് മനസ്സിലായി. എന്തായാലും എനിക്കത് ഇഷ്ടപ്പെട്ടു. ഞാനും ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു കേട്ടോ. ഒരാളുടെ ഭാഗത്തും തെറ്റ് കാണുന്നത് എനിക്കും ഇഷ്ടമല്ല. അത് തെറ്റ് ചെയ്യുന്നവർ മനസ്സിലാക്കിയ നല്ലത്. പിന്നെ എല്ലാവരുടെയും മുൻപിൽ ഞാൻ ഇങ്ങനെയൊന്നും ആയിരിക്കില്ല കേട്ടോ. തെറ്റ് ചെയ്യുന്നവരുടെ മുൻപിലും മാത്രം അവരോട് എനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അറിവില്ലായ്മ കൊണ്ട് തെറ്റുപറ്റാം, അത് ഞാൻ ക്ഷമിക്കും. പക്ഷേ ശ്രദ്ധക്കുറവ് കൊണ്ട് തെറ്റുപറ്റാൻ പാടില്ല, അതെനിക്കിഷ്ടമല്ല. അത് കേട്ടതും അവർണിക ചിരിക്കുക. എന്നിട്ട് കിഷോറിനെ ഒന്ന് നോക്കിയിട്ട് കേട്ടോ പഠിച്ചോ. ഗീതാഞ്ജലിയെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ കിച്ചുവിന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് കിച്ചുവിനെയും ഗീതാഞ്ജലിയുടെ മുൻപിൽ ആത്മാർത്ഥമായിട്ട് തന്നെ നിൽക്കൂ. എങ്ങനെ നിന്നാലും എനിക്ക് പ്രശ്നമില്ല. ജോലി വളരെ നീറ്റായിരിക്കണം. പിന്നെ ഇവിടുത്തെ ബിസിനസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വളരെ ശ്രദ്ധാപൂർവം വേണം ചെയ്യാൻ, മനസ്സിലായല്ലോ? ഇവിടെ വരുന്ന ഓരോ പ്രോജക്റ്റുകളും നല്ല വ്യക്തമായിട്ട് പരിശോധിച്ചിട്ട് വേണം ചെയ്യാൻ. അത് മാത്രമല്ല, കിഷോർ ഒരുക്കി കൊണ്ടുവരുന്ന ഓരോ പ്രോജക്റ്റും ചെക്ക് ചെയ്തിട്ട് മാത്രമേ ഞാൻ ഓരോന്ന് ചെയ്യും. കാരണം കിഷോറിനെ കുറിച്ച് ഞാൻ നന്നായിട്ട് പഠിച്ചതാ. അത് കേട്ടതും കിഷോർ തലയും കൊണ്ടിരിക്കുക. അപ്പോൾ അവർണിക, ഗീതാഞ്ജലി പേടിക്കൊന്നും വേണ്ട, കിഷോർ ഒരു നല്ല പ്രോജക്റ്റ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ആ പ്രോജക്റ്റ് കൊണ്ട് ഈ കമ്പനി ഉറപ്പായിട്ടും ഉയരങ്ങളിലേക്ക് എത്തും, അതെനിക്ക് ഉറപ്പായി. വേണ്ട മതി നിർത്ത്. ആ പ്രോജക്റ്റ് അല്ലേ, ആ പ്രോജക്റ്റ് ഇയാൾ തയ്യാറാക്കിയത് കൊണ്ടാണല്ലോ നിങ്ങളുടെ കമ്പനി പൊട്ടിപ്പൊളിഞ്ഞ് പാളീസായി പോയത്, ഈ അവസ്ഥയിൽ വന്ന് ഇവിടെ ഇരിക്കേണ്ടി വന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ചീപ്പ് പ്രോജക്റ്റൊന്നും ഇവിടെ പറ്റില്ല. നല്ല രീതിയിൽ മര്യാദയ്ക്ക് ചെക്ക് ചെയ്ത് നല്ല ഇത് കിട്ടുന്ന പ്രോജക്റ്റ് തന്നെ വേണം ഇവിടെ കൊണ്ടുവരാൻ, മനസ്സിലായോ എന്നൊക്കെ പറയുകയാണ്. അത് കേട്ടത് കിഷോർ ഇങ്ങനെ ഗീതുവിനെ ഇടങ്ങണിട്ട് നോക്കുക. അപ്പോൾ ഗീതു ഇങ്ങനെ കിഷോറിനെ നോക്കുക. അനുഭവിക്ക്, ഇനി മുതൽ നീ എൻ്റെ കാലും ചോട്ടില്ല. ഞാൻ എന്ത് പറയുന്നോ അതനുസരിച്ച് നിനക്കിവിടെ നിൽക്കേണ്ടി വരും. എന്തായാലും നിനക്കിനി രക്ഷയില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും കിഷോറിനൊരു ഫോൺ വരിക. ഫോൺ വന്നതും കിഷോർ, ഹലോ എടാ, ഞാനേ ഇപ്പോൾ AGMൻ്റെ ഓഫീസിലാടാ ഉള്ളത്. ഇത് കേട്ടതും ഇരുന്നോടത്ത് നിന്ന് ഗീതു ചാടി എഴുന്നേറ്റു. കിഷോർ എന്നും പറഞ്ഞൊരു തട്ട്. ആ തട്ട് കേട്ടതും അവർണികയും കിഷോറും ഞെട്ടിപ്പോയി. അവർണിക, എന്താ ഇത്? ഒരു ഓഫീസിൽ വന്ന് ഒരു മാനേജറിൻ്റെ ഒരു MDയുടെ മുൻപിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെയൊക്കെയാണോ ഒരു സ്റ്റാഫ് മര്യാദ തരേണ്ടത്? എന്നോടൊന്ന് ഫോൺ എടുത്തോട്ടെ എന്ന് പോലും ചോദിക്കാതെ ഫോൺ എടുത്ത് സംസാരിക്കുന്ന മര്യാദയാണോ നിങ്ങളുടെ ഭർത്താവിനുള്ളത്? അത് കേട്ടതും അവർണിക കിഷോറിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ തട്ടിപ്പറിച്ചു. എന്താ കിച്ചു ഇത് എന്നും പറഞ്ഞുകൊണ്ട് ഫോൺ മേടിച്ചതിന് ശേഷം അവർണിക കിഷോറിനെ തുറച്ചു നോക്കുക. ഒരു കാര്യം ഞാൻ പറയാം, സാമാന്യ ബോധമില്ലാതെ ഇവിടെ പെരുമാറിയാൽ ഈ ഗീതാഞ്ജലിയുടെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരും, മനസ്സിലായോ? അപ്പോൾ കിഷോർ, സോറി മാഡം എന്നും പറയണേ. സോറി കിഷോർ അല്ല, അതെ അവർണികയാണ്. സോറി ഗീതു എന്നും പറയുന്നത്. ഇതെന്താ ഇത്? കിഷോർ ചെയ്യുന്ന തെറ്റിനും അവർണികയാണോ സോറി പറയേണ്ടത്? അപ്പോൾ അവർണിക വീണ്ടും കിഷോറിനെ തുറച്ചു നോക്കുക. ഇത് കേട്ടത് കിഷോർ, സോറി മാഡം, ഇരിക്കും എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരിക്കണം. അപ്പോഴേക്കും അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും അവർണികയുടെ ഫോൺ അടിക്കുക.
അപ്പോൾ അവർണിക എക്സ്ക്യൂസ് മീ ഗീതു, എനിക്കൊരു അർജൻറ്റ് കോളാണ്, ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാം. സാരമില്ല, അവർണിക ഇവിടെ ഇരുന്ന് സംസാരിച്ചോ എന്നും പറയണം. ഏയ് വേണ്ട, നിങ്ങൾ സംസാരിച്ചിരിക്കും, ഞാൻ പുറത്തുപോയി സംസാരിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് അവർണിക വെളിയിലേക്ക് പോയി. അവർണിക പോയി കഴിഞ്ഞതും ഗീതുവിനോട് കിഷോർ പതുക്കെ അവിടെ ഗീതുവിൻ്റെ അടുത്തേക്ക് ചെന്ന് ഇങ്ങനെ നീങ്ങി ഇരുന്നിട്ട് ഇങ്ങനെ സംസാരിക്കുക. സത്യത്തിൽ ഗീതു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. ആ തെറ്റ് മനസ്സിൽ വെച്ചുകൊണ്ട് നീ എന്നെ ഇങ്ങനെ ഇഞ്ചിഞ്ചായിട്ട് കൊല്ലല്ലേ. നീ ഇങ്ങനെ കുറേശ്ശെ എന്നെ കൊല്ലുന്നതിനേക്കാൾ നല്ലത് ഒറ്റയടിക്ക് കൊല്ലുന്നതാ. സത്യത്തിൽ ഗീതു, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയതാ, എന്നോട് ക്ഷമിക്കുക ഗീതു, ഇനി ഒരിക്കലും അങ്ങനെയൊന്നും സംഭവിക്കില്ല ഗീതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഗീതുവിനോട് മാപ്പ് പറയുന്നത് പോലെ പറയുക. ഗീതു, എങ്ങനെയെങ്കിലും ഞാൻ നിൻ്റെ കാല് പിടിച്ച് മാപ്പ് പറയാം, പറ്റിപ്പോയ തെറ്റിന് എന്നോട് ക്ഷമിക്കുക ഗീതു, അത് മനസ്സിൽ വെച്ചുകൊണ്ട് നീ എന്നോട് പെരുമാറരുത്, സോറി ഗീതു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാല് പിടിക്കുന്നത് കണ്ട് ഗീതു അവിടെ നിന്നും ചാടി എഴുന്നേറ്റു. ഗീതു എഴുന്നേറ്റ് കിഷോറിൻ്റെ അടുത്തേക്ക് ചെന്നു. കിഷോറും എഴുന്നേറ്റു. ഗീതു തന്നോട് ക്ഷമിച്ചു എന്ന് കരുതി കിഷോർ സന്തോഷത്തോടെ ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കി. നീ എന്താ വിളിച്ചേന്ന്? ഈ ഓഫീസിൻ്റെ വൈസ് ചെയർമാനാണ് ഞാൻ. അങ്ങനെയുള്ള എന്നെ നീ എന്താ പേരെടുത്ത് വിളിക്കുന്നത്? എന്താ നിനക്ക് മര്യാദ എന്താണെന്ന് അറിഞ്ഞൂടെ? എന്നെ മര്യാദയ്ക്ക് മാഡം എന്ന് വിളിച്ചോളാം. ഞാനേ നിൻ്റെ ബോസാ. അതുകൊണ്ട് നീ എന്നെ മാഡം എന്ന് വിളിച്ചില്ലെങ്കിൽ ഈ കമ്പനിയുടെ പുറത്തായിരിക്കും പിന്നെ നിൻ്റെ സ്ഥാനം എന്നും. അത് കേട്ടതും കിഷോർ ഞെട്ടിപ്പോയി. ഇതെല്ലാം CCTV ക്യാമറ വഴി ലാപ്ടോപ്പിലൂടെ കണ്ടുകൊണ്ടിരിക്കുക ഗോവിന്ദനാണെങ്കിൽ ഭയങ്കര സന്തോഷം. കാത്തിരുന്ന നിമിഷം. അവളുടെ ജീവിതം തകർത്തില്ലാതാക്കിയവനോട് പ്രതികാരം ചെയ്യാൻ അവൾക്ക് കിട്ടിയ അവസരം അവൾ ഒട്ടും പാഴാക്കുന്നില്ല. മുതലെടുക്കട്ടെ, അവൾ നന്നായിട്ട് അവനോട് പ്രതികാരം ചെയ്യട്ടെ, അതിനൊക്കെ ഞാൻ അവൾക്ക് കൂട്ടുണ്ടാവും എന്നും പറഞ്ഞ് ഭയങ്കര ത്രില്ലോടുകൂടെ ഗോവിന്ദ് അതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും കിഷോർ സോറി മാഡം, ഞാൻ ഈ മാഡം ഒന്ന് വിളിച്ചോളാം. അങ്ങനെ വഴിക്കുക. എടാ, എന്നെ നീ ചതിച്ചില്ലേ? നിന്നെ ഇവിടെ എത്തിച്ചതേ ദൈവങ്ങളാ. എന്തിനു വേണ്ടിയെന്നറിയാമോ? പ്രതികാരത്തിന് വേണ്ടി. ഇനി നിന്നോടുള്ളത് എനിക്ക് പ്രതികാരം മാത്രമായിരിക്കും. എല്ലാം നഷ്ടപ്പെടുത്തി നിൻ്റെ അരികിലേക്ക് വന്ന എന്നെ നീ വിലപേശി. അങ്ങനെയുള്ള നിന്നോട് ഞാൻ ക്ഷമിക്കണം? ഈ ജന്മത്തെ എനിക്ക് ക്ഷമിക്കാനാവില്ലടാ. നീ വിളവെടുപ്പിന് തയ്യാറായിക്കോ. ഇന്ന് മുതൽ നീ എൻ്റെ അടിമയാണ്, അടിമ. അത് കേട്ടതും നമ്മുടെ കിഷോർ ഞെട്ടലോടുകൂടെ ഗീതുവിനെ നോക്കി. ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഗീതു ആ കസേരയിൽ അങ്ങ് പോയിരുന്ന് ഞെളിഞ്ഞിരുന്നു. അപ്പോഴേക്കും കിഷോറും പേടിച്ച് വിറച്ച് ഇങ്ങനെ ഇരിക്കുക. ഈ സമയം അവർണിക അങ്ങ് കയറി വരിക. അവർണിക വന്നിട്ട് കിഷോറിനെ നോക്കുക. എന്ത് പറ്റിയെന്നറിയാതെ കിഷോറിൻ്റെ മുഖമൊക്കെ ആകെ എന്താ പറയുക, വിളറി വെളുത്ത് കണ്ണൊക്കെ ചുവന്ന് പേടിച്ചിരിക്കുന്ന പോലെ ഇരിക്കുക. അപ്പോഴേക്കും നമ്മുടെ അവർണിക ആകെ നെട്ടലോട് ഇങ്ങനെ ഇരിക്കുമ്പോൾ, അവർണിക, താൻ എൻ്റെ ഫ്രണ്ടാണ് എന്ന് കരുതി തനിക്ക് ഞാൻ പേര് വിളിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ തന്നിട്ടുണ്ട്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ഫ്രണ്ടിന് പേര് വിളിക്കാൻ ഞാൻ അധികാരം തന്നു എന്ന് കരുതി ഫ്രണ്ടിൻ്റെ ഭർത്താവിന് അങ്ങനെ തരണമെന്നില്ല. ഫ്രണ്ടിൻ്റെ ഹസ് എന്നെ പേര് വിളിക്കുക, അത് ഒരു മര്യാദയാണോ? ഈ കമ്പനിയുടെ വൈസ് ചെയർമാനായ എന്നെ പേര് വിളിക്കുന്നത് ശരിയാണോ എന്നും ചോദിക്കണം. എന്തു പറ്റി? അപ്പോൾ നമ്മുടെ ഗീതു പറയാതെ അവർണികയുടെ ഹസ്ബൻഡിനോട് തന്നെ ചോദിക്കും, എന്നെ എന്താ വിളിക്കേണ്ടതെന്ന്. സോറി അവർണിക, എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി, സോറി മാഡം എന്നും പറയാം. ശരി, അതൊക്കെ ഞാൻ ക്ഷമിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഗീതുവിന് ഫയൽ കൊണ്ടൊന്ന് കൊടുക്കുക ഒരു സ്റ്റാഫ്. എന്താ ഇത്? കിഷോറിൻ്റെ ഫയലാണ് മാഡം. ഇത് ആരാ ഇവിടെ കൊണ്ടുവന്ന് വരാൻ പറഞ്ഞേ? സുവർണ മാഡം എന്നെ ഏൽപ്പിച്ചതാ. അതെ, ഇങ്ങ് വാ. അപ്പോൾ അവരോട് വന്നു. എന്താ മാഡം, ഈ ഫയൽ എടുക്ക്. അപ്പോൾ അവർ ഫയലെടുത്തു. ഇത് ഞാൻ കൊണ്ടുവരാൻ പറഞ്ഞത് സുവർണയോടാണ്. അതുകൊണ്ട് സുവർണ തന്നെ ഇത് കൊണ്ടുവന്ന് ഇവിടെ വെക്കണം. മര്യാദയ്ക്ക് പോ. അത് കേട്ടതും അവർ പേടിച്ച് അവിടെ നിന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞതും ഗോവിന്ദ് ഭയങ്കര സന്തോഷത്തോടെയും ത്രില്ലോടുകൂടെ ഇങ്ങനെ ഇരിക്കുക. ഗീതു നല്ല തകർപ്പനായിട്ട് പൊളിച്ചെടുക്കുന്നുണ്ട്. എന്ത് രസം കാണാൻ അവളുടെ പെർഫോമൻസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ വരുണും സുവർണയും കൂടെ അകത്തേക്ക് വരിക. അപ്പോൾ വരുണ്, ഏട്ടാ ഗീതു കുറച്ച് ഓവറായിട്ട് പോകുന്നുണ്ട്, അവൾ കാരണം ഈ കമ്പനിക്ക് ഒരു ചീത്തപ്പേരുണ്ടാവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്ത് പറ്റി വരുൺ എന്നും ചോദിക്കുകയാണ്. അപ്പോൾ വരുണോടെ ഇരുന്നതിന് ശേഷം സുവർണ, അവൾക്ക് ഞാൻ ആ ഫയൽ കൊണ്ടുപോയി കൊടുക്കാൻ പോയപ്പോൾ അത് ഞാൻ തന്നെ കൊടുക്കണമെന്നത് എത്ര നിർബന്ധം? ആ ഫയൽ റെഡിയാക്കി ഞാൻ ഗോവിന്ദ് സാറിൻ്റെ മുൻപിലേക്ക് കൊണ്ടുവന്നതാണ്. ഇങ്ങോട്ട് വരുന്ന വഴി അവൾക്കത് വേണമെന്നും പറഞ്ഞ് അവൾ അത് എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കാൻ നോക്കി. മേടിച്ചപ്പോൾ അതിൽ ഗോവിന്ദ് സാറിൻ്റെ പേരിട്ടെന്നും പറഞ്ഞ് അതെൻ്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു. വീണ്ടും അത് തയ്യാറാക്കി കൊണ്ടുവരാൻ പറഞ്ഞു. അത് റെഡിയാക്കി ഞാൻ മറ്റൊരു സ്റ്റാഫിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. അപ്പം അവൾ ആ സ്റ്റാഫിനോട് പറഞ്ഞു വിടുക,
ഞാൻ തന്നെ അവളുടെ ക്യാബിനിൽ അതുകൊണ്ട് കൊടുക്കണമെന്ന്. അവളാരാ അതൊക്കെ പറയാൻ? അവൾക്ക് എന്ത് അധികാരമുള്ളത്? അപ്പോൾ ഗോവിന്ദന് ദേഷ്യം കയറി. സുവർണ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? എന്താ സർ? സുവർണ ഇപ്പോൾ എത്ര പ്രാവശ്യം ഗീതുവിനെ അവളെന്ന് വിളിച്ചു എന്നും ചോദിക്കുകയാണ്. അത് കേട്ടതും സുവർണയും ഞെട്ടിപ്പോയി. ഈശ്വര, ഗോവിന്ദ് സാർ എൻ്റെ പ്ലസ് പോയിന്റ് കാണാതെ മൈനസ് പോയിന്റ് കണ്ട് സംസാരിക്കുകയാണല്ലോ. പറ, എന്താ ഉത്തരം മുട്ടിപ്പോയോ? സുവർണ ഇപ്പോൾ എത്ര പ്രാവശ്യം ഗീതുവിനെ അവളെന്ന് വിളിച്ചു? ഒരു സാമാന്യ ബോധവും മര്യാദയില്ലേ? ഗീതു ഈ കമ്പനിയിൽ ആരാ? വൈസ് ചെയർമാൻ്റെ സ്ഥാനത്തിരിക്കുന്ന ഗീതുവിനെ അവളെന്ന് വിളിക്കാൻ മാത്രം നിങ്ങൾക്ക് ആരാ അധികാരം തന്നത് എന്നും ചോദിക്കുകയാണ്. സോറി സർ, ഞാൻ അറിയാതെ. വേണ്ട, ഒരക്ഷരം മിണ്ടിപ്പോരുത്. കിഷോറിൻ്റെ എല്ലാ കാര്യങ്ങളും ഗീതു ആയിരിക്കും നോക്കുന്നത്. അതുകൊണ്ട് ഗീതു എപ്പോൾ ചോദിച്ചാലും ഗീതു ചോദിക്കുന്ന റിപ്പോർട്ടുകൾ തയ്യാറാക്കി കൊടുത്തോളണം. മനസ്സിലായല്ലോ? അത് കേട്ടതും ഓക്കെ സർ. ഇനി ഈ സ്ഥാപനത്തിൽ ഉയർന്ന പൊസിഷനിലിരിക്കുന്ന അവരെ അവളെന്നോ ഇവളെന്നോ നീയെന്നോ വിളിച്ചാൽ ഈ കമ്പനിയുടെ പുറത്തായിരിക്കും സുവർണയുടെ സ്ഥാനം. മനസ്സിലായോ? മനസ്സിലായി സർ, ഐ വിൽ ടേക്ക് കെയർ എന്ന് പറഞ്ഞുകൊണ്ട് സുവർണ പെട്ടെന്ന് തന്നെ പുറത്തേക്ക് പോയി. സുവർണ പോയി കഴിഞ്ഞതും എന്താടാ നീയേ സുവർണയുടെ വക്കീലാകാൻ ശ്രമിക്കുക? സുവർണയ്ക്ക് വക്കാലത്തും വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നാൽ എൻ്റെ സ്വഭാവം മാറും. സുവർണയെ വക്കാലത്ത് വിളിക്കാതെ നിനക്കൊരു ഭാര്യയുണ്ട് നിൻ്റെ വീട്ടിൽ, അവൾക്കൊപ്പമാണ് നീ നിൽക്കേണ്ടത്, അല്ലാതെ സുവർണയുടെ ഒപ്പമല്ല. മനസ്സിലായോ? എൻ്റെ ഏട്ടാ എന്ത് കണ്ടിട്ടാ ഏട്ടൻ എങ്ങനെ അവളെ സപ്പോർട്ട് ചെയ്യുന്നത്? നാളെ അവളും ഏട്ടനും ഡിവോഴ്സ് ആവാൻ പോവുക. ആവാൻ പോകുമെന്നല്ലേ ഉള്ളൂ, ആയില്ലല്ലോ. ആകുന്നത് വരെ ഇങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവും എന്നും ഗോവിന്ദ് പറയുക. ഇത് കേട്ടത് വരുണാകെ ദേഷ്യപ്പെട്ട് ഇങ്ങനെ ഇരിക്കുക. അല്ല, സുവർണയോട് ആരാ ഞാൻ ഗീതുവിനെ ഡിവോഴ്സ് ചെയ്യാൻ പോകുന്ന കാര്യം പറഞ്ഞത്? നീ ആയിരിക്കും അല്ലേ? അപ്പോൾ വരണമൊന്നും ഉണ്ടായി. എന്തിനാടാ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ ഓഫീസിൽ വന്ന് സ്റ്റാഫുകളോട് പറയുന്നേ? ഞാൻ പറഞ്ഞു സുവർണയോട് നീ കൂടുതൽ അധികാരം കാണിക്കണ്ട. മനസ്സിലായല്ലോ? നിൻ്റെ അധികാരമൊക്കെ കാണിക്കേണ്ടത് നിൻ്റെ ഭാര്യയോടാ. അവളെ സ്നേഹിക്കാൻ പഠിക്കുക, എന്നിട്ട് മറ്റുള്ളവരുടെ മുൻപിൽ ഞെളിഞ്ഞു നിൽക്ക്. മനസ്സിലായോ? മനസ്സിലായേട്ടാ. പിന്നെ ഈ ഓഫീസിലുള്ള ഭാരിച്ച കാര്യങ്ങളൊന്നും നീ അന്വേഷിക്കണ്ട. അതൊക്കെ ഞാനും അമ്മയും കൂടെ തീരുമാനിച്ചോളാം. നിനക്ക് തന്ന ജോലി എന്താണോ അത് ചെയ്തിട്ട് നന്നായിട്ട് മുന്നോട്ട് പോകാൻ നോക്ക്. എഴുന്നേറ്റ് പോയിക്കോ. അത് കേട്ടതും വരുണും ദേഷ്യപ്പെട്ടങ്ങ് എഴുന്നേറ്റ് പോയി. അവളിപ്പോൾ ഒന്ന് തകർക്കാൻ തുടങ്ങിയതേ ഉള്ളൂ, അപ്പോഴേക്കും അവളെ ഞാൻ അടിച്ച് പുറത്താക്കാനോ? പിന്നെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഈ ഓഫീസിൽ ഗീതുവിന് വേണ്ട എല്ലാ പരിഗണനയും ഞാൻ കൊടുക്കും. എനിക്ക് കാണണം ഗീതു കിഷോറിനോട് പ്രതികാരം ചെയ്യുന്നത്. അതിനുവേണ്ടി കാത്തിരിക്കുമോ ഞാൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗോവിന്ദ് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. ഈ സമയം പിന്നീട് കാണിക്കുന്ന ഗീതുവിനെയാണ്. ഗീതു ഭയങ്കര സന്തോഷത്തോടെ വെള്ളത്തിൽ ഇങ്ങനെ ഒഴുകിപ്പോകുന്ന വെള്ളത്തിലോട്ട് നോക്കി എന്ന് പറഞ്ഞുകൊണ്ട് ഒച്ചയിട്ട് ഭയങ്കര സന്തോഷത്തിൽ കൈയൊക്കെ കൊട്ടി ചിരിക്കുക. മാഡം, നമ്മൾ കാണാൻ തുടങ്ങിയിട്ട് ഇത്രയും ദിവസമായി ഇതുപോലെ ഈ സന്തോഷം എൻ്റെ മുഖത്ത് മാഡം കണ്ടിട്ടുണ്ടോ? അത് കേട്ടതും എനിക്ക് മനസ്സിലായി. നിൻ്റെ ജീവിതം നശിപ്പിച്ചവനെ, നിന്നെ വെച്ച് വിലപേശിയവനോട് നിനക്ക് പ്രതികാരം ചെയ്യാൻ കിട്ടിയ അവസരം നീ മുതലെടുത്തു. ആ ദിവസം എന്ന് അതുകൊണ്ടല്ലേ നിനക്ക് ഇത്രയും സന്തോഷം? അതെ മാഡം, 4 വർഷം ജീവന് തുല്യം സ്നേഹിച്ചതാണ് ഞാൻ അവനെ. അങ്ങനെയുള്ള അവൻ എന്നെ ബാംഗ്ലൂർ വെച്ച് വിലപേശി മറ്റൊരാൾക്ക് കൈമാറുമ്പോൾ എനിക്ക് എന്തുമാത്രം വേദന ഉണ്ടാവും. എന്നിട്ട് മറ്റൊരു പെണ്ണിനെ സ്നേഹിച്ച് അവൻ അവൻ്റെ കാര്യം നോക്കിപ്പോയി കല്യാണം കഴിച്ച്. എന്നെക്കുറിച്ച് അവനൊന്നും ചിന്തിച്ചു പോലുമില്ല. ശരി, അവനൊരു കല്യാണം കഴിച്ചു, അത് തെറ്റല്ല. തെറ്റായോ എന്തോ, അത് വിട്ടുകളയട്ടെ, കുഴപ്പമില്ല. പക്ഷേ ബാംഗ്ലൂർ വെച്ച് 1 കോടിക്ക് അവൻ എന്നെ വിൽക്കാൻ നോക്കിയില്ലേ? അതാണ് മാഡം എനിക്ക് സഹിക്കാൻ പറ്റാത്തത്. അങ്ങനെയുള്ള അവനെ ഞാൻ വെറുതെ വിടണോ? ഇല്ല ഗീതു, ഒരിക്കലും വെറുതെ വിടാൻ പാടില്ല. ഇനി നീ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവന് കൊണ്ടുവരുന്ന ഓരോ പ്രോജക്റ്റും മടക്കി കൂട്ടി ചുരുട്ടിക്കൂട്ടി അവൻ്റെ മുഖത്തേക്ക് വലിച്ചെറിയണം. അതാണ് നീ ചെയ്യേണ്ടത്. പക്ഷേ ഒരു പ്രശ്നമുണ്ട് മാഡം. എന്താ? ഈ സോഫ്റ്റ്വെയർ ഇതിനെക്കുറിച്ചൊന്നും എനിക്ക് നോ ഐഡിയ. അത് കേട്ടതും അതാണോ പ്രശ്നം? നീ പേടിക്കണ്ട, അങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ എൻ്റെ ഒപ്പം ഒരാളുണ്ട്. എത്രയൊക്കെ നല്ല പ്രോജക്റ്റുകൾ കൊണ്ട് തന്നാലും അതൊക്കെ വലിച്ച് പഠിച്ച് വായിച്ച് അതിലൊരു കുറ്റം കണ്ടുപിടിച്ച് അത് ശരിയല്ല എന്ന് വരുത്തി തീർക്കുന്ന ഒരാൾ സാന്ദ്ര എൻ്റെ ശിഷ്യയാണ്. അത് കേട്ടപ്പോൾ ഗീതുവിന് ഭയങ്കര സന്തോഷമായി. എന്നിട്ട് വിജയലക്ഷ്മിയുടെ കവളത്തൊരു ഉമ്മം കൊടുക്കുക. മാഡം, സത്യം പറഞ്ഞ സംഗീതമാണോ ഇല്ലെങ്കിൽ പാര വയ്ക്കാനാണോ പഠിച്ചത്? പോടി എവിടുന്ന്. അതെ, എനിക്ക് എൻ്റെ ബന്ധങ്ങൾ നഷ്ടപ്പെട്ടപ്പോൾ എനിക്കും ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. പിന്നെ സ്നേഹം കൊണ്ട് എല്ലാം നേടിയെടുക്കാൻ ശ്രമിച്ചവളാണ് ഞാൻ. സ്നേഹം കൊണ്ട് ഒരുപാട് പേരെ പൊതിഞ്ഞവളാണ് ഞാൻ. പക്ഷേ ആ സ്നേഹം അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് എല്ലാവരും എന്നിൽ നിന്നും പിരിഞ്ഞുപോയി. അതുകൊണ്ടാണ് എൻ്റെ സങ്കടം. എന്താ മാഡം, എന്തു പറ്റി? അതൊക്കെയുണ്ട്. സത്യം പറഞ്ഞാൽ എൻ്റെ സ്നേഹം തട്ടിയെടുത്തതാണ്.
തട്ടിപ്പറിച്ച് മാറ്റിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വിജയലക്ഷ്മി ആകെ സെൻറ്റിമെൻ്റായിട്ട് ഇങ്ങനെ നിൽക്കുക. അപ്പോഴേക്കും ഗീതു എന്നാൽ ശരി മാഡം, ഞാൻ പോട്ടെ. ഗീതു നാളെ നമുക്ക് എനിക്കൊരിടം വരെ പോകണം, ഞാൻ ഈ ഹോട്ടലിൽ ഉണ്ടാവില്ല. എവിടെയാ, ബാംഗ്ലൂർക്ക് തിരിച്ചു പോവുകയാണോ? അല്ല മറ്റൊരു സ്ഥലത്തേക്ക്. എന്നാൽ ശരി, ലൊക്കേഷൻ അയച്ചു തന്നാൽ മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഗീതു അങ്ങ് പോവുക. എന്താ എന്നെ വിളിക്കാത്തത്? ഗീതു നാളെ നമുക്കൊരു സ്ഥലം വരെ പോണേ. അങ്ങനെ വിളിക്ക്. എവിടേക്കാ മാഡം? അതൊക്കെ പറയാം. അവിടെ ചെന്നിട്ട് ഞാൻ ലൊക്കേഷൻ അയച്ചു തരാം, നീ അങ്ങോട്ട് വന്നാൽ മതി. എന്തായാലും മാഡം ആരാണെന്നും കൂടെ പറ. ഞാൻ ആരാണെന്ന് പറയാൻ എനിക്കൊരു സെക്കൻഡ് മതി. പക്ഷേ നീ അത് കണ്ടുപിടിക്കണം മോളെ. അതിനു വേണ്ടി മാത്രമേ ത്രില്ലുണ്ടാവുള്ളൂ. ഞാൻ പറഞ്ഞ അതിനൊരു ത്രില്ലും ഇല്ലെന്നേ. നീ കണ്ടുപിടിക്കും ഞാൻ ആരാണെന്ന്. എൻ്റെ ഈ ജീവിതം നിനക്ക് വേണ്ടി മാത്രമുള്ളതാ. നിൻ്റെ വിജയം എൻ്റെ വിജയമാണ്, നിൻ്റെ തോൽവി എൻ്റെ തോൽവിയും. അതുകൊണ്ട് നീ ഒരിക്കലും തോക്കാൻ പാടില്ല. യെസ് മാഡം, ഞാൻ തോക്കില്ല, മാഡത്തിനെ ഒരിക്കലും തോൽപ്പിക്കുകയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗീതു ഭയങ്കര ത്രില്ലോടെ നിൽക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കണം. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. അടിപൊളി വിശേഷങ്ങളാണ് വരാൻ പോകുന്ന. പ്രേക്ഷകരെ ആരും മിസ് ചെയ്യരുത്. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു അടിപൊളി ശുഭദിനം തന്നെ ആയിക്കോട്ടെ. അപ്പോൾ ആരും മിസ് ചെയ്യരുത്. താങ്ക് യു ഫ്രണ്ട്സ്.